വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, ഒത്തിരി പേര് മെയിലിലും അതുമാതിരി വാട്സപ്പിലും അതുപോലെ നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്ന്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതേമാതിരി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ അതിൽ ചെയ്യണം, നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും സമയം കളയാനില്ല, ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അതിന് നമ്മൾ നമ്മുടെ യൂട്യൂബ് ആദ്യം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ ലോഗോ ക്ലിക്ക് ചെയ്യുക. ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അപ്പോൾ അതിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്യേണ്ട, അപ്പോഴേക്കും നമുക്കത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു സംഭവം ഉണ്ടാവും. ക്രിയേറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഫോർ മൈ സെൽഫ്, ബിസിനസ്സിനാണെങ്കിൽ മാനേജ് ഫോർ ബിസിനസ് കൊടുക്കുക. ഫോർ മൈ സെൽഫാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇങ്ങനെ നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയും ജെൻഡറും ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ എന്നാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണെച്ചെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്, ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ പാടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ വരും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗൂഗിളിൻ്റെ ഇതിൽ പോവും. അവരത് നമ്മൾ തന്നെയാണോ എന്ന് ചോദിക്കും. യെസ്, ഐ ആം ഇൻ കൊടുക്കുക. അത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൈവസി ആൻഡ് പോളിസീസ്, ഗൂഗിളിൽ പ്രൈവസി ആൻഡ് പോളിസി ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിൽ റീഡ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ റീഡ് ചെയ്തിട്ട് ഐ എഗ്രി എന്നുള്ള സംഭവം കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എല്ലാം റീഡ് ചെയ്ത് കാണിക്കുന്നില്ല. നമ്മൾ ഐ എഗ്രി എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ ലൊക്കേഷൻസൊക്കെ കാണിക്കണമെങ്കിൽ ലൊക്കേഷൻ കൊടുക്കുക. എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്, അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഐ അഗ്രി എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോവും. കണ്ടില്ലേ എൻ്റെ ന്യൂ ID, ന്യൂ അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ആഡിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോ താങ്ക്സ് കൊടുത്ത് വിടുക. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഹോം പേജ് വന്നു നമ്മുടെ ചാനലിൻ്റെ. അപ്പോൾ ആ ചാനലിൽ ഇത് എടുക്കുക. യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് കൊടുക്കുക. നമ്മളുടെ നെയിം കണ്ടില്ലേ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വന്നു. ഇതാണ് നമ്മുടെ ചാനൽ. ഇനി നമുക്കിത് സെറ്റിങ്സ് നോക്കാം. ഇതൊരു സെറ്റിങ്സിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ മുകളിൽ 3 ഡോട്ട്സ് വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള സെറ്റിങ്സ് എഴുതിയിട്ടുള്ളത് എടുക്കുക. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഓട്ടോ പ്ലേ, അത് കുറേ സംഭവങ്ങൾ കൊടുത്തത്, അതൊക്കെ ചെക്ക് ചെയ്യുക. നമ്മുടെ ഹിസ്റ്ററി ഇതിലിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ നമ്മുടെ പ്രൈവസിയുടെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മളുടെ വീഡിയോൻ്റെ ഇതൊക്കെ ലൈക്ക് ചെയ്തത് ആൾക്കാർ കാണണോ വേണ്ടേ, പ്രൈവറ്റ് ആക്കണോ വേണ്ടേ, എല്ലാ സംഭവം അവിടെ ഉണ്ട്, സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിനുള്ള ഡിസ്ക്രിപ്ഷൻ, നമ്മളുടെ നെയിം ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യുക. ഇനി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ കാണുന്ന മുകളിൽ 3 ഓപ്ഷൻസ് കണ്ടില്ലേ, അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കതവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. നമ്മളെല്ലാവരും അവർ യൂട്യൂബ് ചോദിക്കുന്ന സംഭവങ്ങളൊക്കെ അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിക്ക് പോവും. എന്നിട്ട് അവിടുന്ന് ഒരു വീഡിയോ, നമുക്ക് ഏതാണോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ അതെടുക്കുക, സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ഈ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും താഴത്ത് നമുക്ക് 5 ഓപ്ഷൻസ് കാണാം. ഹോം, ട്രെൻഡിങ്ങിലുള്ള വീഡിയോസ്, അതേമാതിരി സബ്സ്ക്രിപ്ഷൻസ്, അതേമാതിരി നമ്മളുടെ ഇൻബോക്സ്, അതിൽ നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ സംഭവമൊക്കെ വരുന്നത് അതൊക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് ക്രോമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ യൂസ് അനദർ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ ഓൾറെഡി ഉള്ള ചാനൽ അവിടെ ഉണ്ട്. അപ്പോൾ യൂസ് അനദർ അക്കൗണ്ട് എന്ന് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിലിപ്പോൾ നമ്മൾ
ഏതൊക്കെ ഇതാണുള്ളത് അതൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ ആ പുതിയ ID ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ സിങ്ക്രണൈസ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. ഇനി നമുക്ക് ബാക്ക് പാക്ക് അടിച്ചിട്ട് പുറത്തേക്ക് വരാം. എന്നിട്ട് ക്രോം ഒന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിന് മുകളിലുള്ള ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്ന മാതിരി ഒരു മോഡലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലം. പിന്നെ റൈറ്റ് സൈഡിൽ മുകളിലുള്ള നമ്മുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുക. ഒരേ ഒരു അക്കൗണ്ട് ഉള്ളൂവെച്ചെങ്കിൽ നമ്മളുടെ അവിടെ ആ ഐക്കണാണ് കാണിക്കുക, നമ്മുടെ അക്കൗണ്ടിൻ്റെ. ഇത് 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾക്ക് ഏത് ചാനലാണോ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് വേണ്ടത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുക. ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുമാതിരി നമ്മുടെ ന്യൂ ചാനലിലേക്ക് വന്നു. ഇപ്പോൾ അതിലത്തെ ലൈബ്രറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലൈബ്രറി ചെക്ക് ചെയ്താൽ അത് നമ്മളുടെ ചാനലിൻ്റെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിലുള്ള ആ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ബീറ്റ എടുക്കുക. ഇപ്പോൾ ബീറ്റ വേർഷൻ ക്രിയേറ്റർ സ്റ്റുഡിയോയ്ക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വന്നിട്ടുണ്ടാവും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൻ്റെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിന് ഒരു ലോഗോ കൊടുക്കാം. അതിന് ആഡ് എ ഫോട്ടോ എന്നുള്ള ആ പോർഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിലുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫോട്ടോ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ക്രോമിനല്ലാതെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം സെലക്ട് ഫോട്ടോ കൊടുക്കുക. അതിൽ ഫയൽസ് എടുക്കുക. ഫയൽസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ലോഗോ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാനിപ്പോൾ ലോഗോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഒരു പഴയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ക്രോപ്പ് ചെയ്തു. ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ക്രോപ്പ് ചെയ്തിട്ട് സെറ്റ് ആസ് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ളൊരു ഇത് കണ്ടില്ലേ, ഒരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മളുടെ ആ ഫോട്ടോ നമ്മൾ എന്താണോ കൊടുത്തത് അത് നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ ലോഗോ, ചാനലിൻ്റെ ലോഗോ റെഡിയായി. കണ്ടില്ലേ? ഇനി ഇതിൽ തന്നെ ഹോമിൽ, ഗൂഗിളിൻ്റെ ഹോമിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ റീഡ് ചെയ്ത് നോക്കുക. പ്രൈവസീസും പേഴ്സണൽ ഡാറ്റയും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഹെൽപ്പ് ചോദിച്ചാൽ ഹെൽപ്പ് സംഭവങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ഫോട്ടോ വേണ്ട വേറൊരു ഫോട്ടോ ലോഗോ ആയിട്ട് കൊടുക്കണം എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് വേറൊരു ഫോട്ടോ ഇതേ പ്രൊസീജിയറിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആസ് എ പ്രൊഫൈൽ ഫോട്ടോ ഒന്ന് കൊടുക്കുക. അത് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റാം. പക്ഷേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒന്ന് ആൾക്കാരുടെ അടുത്തേക്ക് റീച്ച് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ മാറ്റാതെ ഇരിക്കുകയാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇതാ നമ്മളുടെ ലോഗോ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ പോലെ ക്രോമിൽ കയറിയിട്ട് നമ്മുടെ ചാനൽ എടുത്ത് നോക്കാം, ഡെസ്ക്ടോപ്പ് സൈറ്റിൽ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക. നമ്മുടെ ചാനലിൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ ലോഗോ സെറ്റായി. നമുക്ക് പക്ഷേ ചാനൽ ആർട്ടില്ല, അപ്പോൾ അതിങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചാനൽ ആർട്ട് സെറ്റ് ചെയ്യണത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ ചാനലായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ചാനലായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മളിങ്ങനെ നമ്മളുടെ ഹോം പേജ് എടുക്കുക. ചാനലിൻ്റെ ഹോം പേജ് എടുത്തിട്ട് അതിൽ ആഡ് ചാനൽ ആർട്ട് എന്നൊരു സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ഇതുമാതിരി നിറയെ ഫോട്ടോസ് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, നമ്മൾ ഉണ്ടാക്കി വെച്ച ചാനലായിട്ട്. ഇല്ലെങ്കിൽ അവരുടെ ഗാലറിയിൽ തന്നെ, നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് കാണുക, ടി വിയിൽ എങ്ങനെയാണ് കാണുക, അതേമാതിരി മൊബൈലിൽ എങ്ങനെയാണ് നമ്മുടെ ചാനൽ ആർട്ട് കാണുക, നമ്മുടെ ചാനൽ എങ്ങനെയാണ് കാണുക എന്നുള്ളത് കാണിച്ചു തരും. നമുക്കത് ആവശ്യമുള്ള പോലെ ക്രോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്, ഞാൻ ചാനൽ ആർട്ട് ഉണ്ടാക്കിയിട്ടില്ല. ചാനൽ ആർട്ടും ലോഗോയും കൂടെ ചെയ്യണ ഒരു വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ക്രോപ്പ് ചെയ്തതിന് ശേഷം സെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആർട്ട് മാറും. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളുടെ
ചാനൽ ആർട്ടും ആയി, ചാനലിന് ലോഗോയും ആയി. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു വൃത്തിയായിട്ടുണ്ടല്ലേ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയും ചാനൽ ആർട്ടുമാണ്. നമുക്കിതെല്ലാം നമ്മുടെ ചാനൽ എന്തിനെ ഉദ്ദേശിച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് അതേമാതിരി ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ചാനലിൻ്റെ എബൌട്ട്, നമ്മളുടെ ചാനൽ എന്തിനെ കുറിച്ചിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ചാനൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള ഓരോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാതിരി ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോം പേജിൽ വന്നിട്ട് നമ്മളുടെ വീഡിയോസ്, പിന്നെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ്, നമ്മൾ ഏതെങ്കിലും ചാനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, എബൌട്ട് എല്ലാ സംഭവം ഈ ഒരു പേജിൽ കാണാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. എന്തൊക്കെ ചേഞ്ചസ് വരുത്തുകയാണെങ്കിലും ലാസ്റ്റ് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സേവ്, കൺഫേം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബട്ടൺ ഉണ്ടാവും അതിൻ്റെ അടുത്ത് തന്നെ ബ്ലൂ കളറിൽ. അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആക്കുക. ഓക്കെ. പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണം. ഒരു യൂട്യൂബർ ആണെച്ചെങ്കിൽ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ മസ്റ്റായും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ്റെ അത് എടുത്തിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇന്ത്യ ഉണ്ടാവും. ഇന്ത്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അത് നിർബന്ധമാണ്, നമ്മൾ ഏത് കൺട്രിയിലുള്ള ആളാണെന്നുള്ളത് സെറ്റ് ചെയ്യേണ്ടത്. അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഇമെയിൽ ഐ ഡിയും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മുടെ പ്രൈവസി സെറ്റിങ്സൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.